നിങ്ങൾ എത്ര കഠിനാധ്വാനം ചെയ്തിട്ടും കടബാധ്യതകൾ മാറുന്നില്ലേ? അല്ലെങ്കിൽ വീട്ടിൽ എപ്പോഴും അനാവശ്യമായ വഴക്കുകൾ ഉണ്ടാകാറുണ്ടോ? നമ്മളെ പുരാണങ്ങളിൽ പറയുന്ന ഈ 1000 മന്ത്രങ്ങൾ നിങ്ങൾ ജപിക്കാറുണ്ടോ? നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഏത് പ്രശ്നങ്ങൾക്കും സങ്കടങ്ങൾക്കും ഒരേ ഒരു പരിഹാരം. നമ്മളിൽ പലരും നിത്യവും വീടുകളിൽ ജപിക്കുന്ന ഒന്നാണ് ലളിതാ സഹസ്രനാമം. എന്നാൽ ഇത് വെറും ഒരു സ്തോത്രം എന്നതിലുപരി നമ്മുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ നീക്കി പോസിറ്റീവ് എനർജി നിറയ്ക്കാൻ ഈ ജപത്തിന് എത്രത്തോളം കരുത്തുണ്ടെന്നറിയാമോ? ഇത് ജപിക്കുന്നവർ അമ്മയുടെ ഒരു നാമം ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി ഇടണേ. ധനലബ്ധിക്കും ആഗ്രഹ പൂർത്തീകരണത്തിനും ലളിതാ സഹസ്രനാമ ജപം എങ്ങനെ സഹായകമാകും? ഏകദേശം ഒരു 40 മിനിറ്റ് വേണം ഇത് തെറ്റാതെ ഭംഗിയായി ജപിക്കാൻ. അത്രയും സമയം നമ്മൾ ദേവീരൂപം മനസ്സിൽ നിറച്ച് ദേവിയോട് ചേർന്നിരിക്കുകയാണ്. പിന്നെ ലളിതാ സഹസ്രനാമത്തിലെ ഒരു പ്രത്യേകത എന്താണെന്നറിയാമോ? പല സഹസ്രനാമങ്ങളിലും നാമങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. പക്ഷേ ലളിതാ സഹസ്രനാമത്തിൽ ഒരു നാമം പോലും വീണ്ടും ആവർത്തിക്കപ്പെടുന്നില്ല. ലളിതാ സഹസ്രനാമം ചിട്ടയായി വൃത്തിയായി മുടങ്ങാതെ പാരായണം ചെയ്യുന്ന ഒരു കുടുംബത്തിൽ ഒരിക്കലും ദാരിദ്ര്യമുണ്ടാകില്ല, ദുഃഖമുണ്ടാകില്ല, രോഗങ്ങൾ ബുദ്ധിമുട്ടിക്കില്ല. അതിശക്തന്മാരായി നിൽക്കുന്ന ഭഗവതിയുടെ മൂലമന്ത്രങ്ങൾ ആയതുകൊണ്ട് ഈ 1000 നാമം ജപിക്കുന്ന വ്യക്തിക്ക് ഭഗവതിയുടെ മുഴുവനും അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോൾ ആ വ്യക്തിക്ക് ലഭിക്കുന്നത് അത്ര വലിയ അനുഗ്രഹമാണ്. ഇത് നിത്യവും ജപിക്കുന്നവരും ജപിക്കാൻ തുടങ്ങുന്നവരും ഒരു ഉപദേശം വാങ്ങിച്ച് തുടങ്ങുന്നത് നല്ലതാണ്. ഒരു ഗുരുവിനെ കണ്ട് ഉപദേശം വാങ്ങാൻ പറ്റിയില്ലെങ്കിൽ തൊട്ടടുത്ത ദേവീക്ഷേത്രത്തിൽ നിങ്ങൾ ആ ഗ്രന്ഥമായി പോയി അവിടുത്തെ ഭഗവതിയുടെ മുന്നിൽ ഒരു നെയ്വിളക്ക് കത്തിച്ച് വെച്ച് ദേവിയെ മനസ്സിൽ ധ്യാനിച്ച് ഞാൻ ഇന്ന് തൊട്ട് ലളിതാ സഹസ്രനാമം പാരായണം ചെയ്യാൻ തുടങ്ങുകയാണ്. അമ്മയുടെ പൂർണ്ണമായ അനുഗ്രഹം എനിക്കുണ്ടാകണം. നല്ല ബുദ്ധിയും തെറ്റാതെ വായിക്കാനും ഇത് നന്നായി പഠിക്കാനുമുള്ള അനുഗ്രഹം എനിക്കുണ്ടാകണം എന്ന് അമ്മയോട് പ്രാർത്ഥിച്ച് അമ്മയോട് അനുവാദം വാങ്ങി ജപം തുടങ്ങുക. ഇത് കഴിയുമെങ്കിൽ കാലത്തെ സമയം തന്നെ ജപിച്ചാൽ വളരെ നല്ലത്. വൈകിട്ട് ജപിക്കുന്നതിൽ തെറ്റുണ്ട് എന്നല്ലാട്ടോ പറയുന്നത്. പക്ഷേ മത്സ്യമാംസാദികൾ കഴിക്കുന്നവരാണെങ്കിൽ കഴിച്ചിട്ട് ഇത് ജപിക്കണ്ടല്ലോ. അങ്ങനെയുള്ളവർ കാലത്തെ തന്നെ ജപിക്കുക. പിന്നെ ഇത് ജപിക്കേണ്ട രീതി, ബുക്ക് തുറന്നു വെച്ച് വളരെ വേഗത്തിൽ എങ്ങനെയൊക്കെയോ ജപിച്ചു തീർക്കാൻ വേണ്ടി നിർത്തേണ്ട സ്ഥലങ്ങളിലൊന്നും നിർത്താതെ വളരെ സ്പീഡിൽ വായിച്ച് സമർപ്പിക്കരുത്. ഓരോ ഭാഗത്തും നിർത്തേണ്ട ഭാഗത്ത് നിർത്തി വളരെ സാവധാനം മാത്രം ഇത് ജപിച്ചു തീർക്കുക. ഒരു 45 മിനിറ്റ് സമയം ദേവിയുടെ മുൻപിൽ മറ്റെല്ലാ ചിന്തകളും കളഞ്ഞ് ഇരിക്കുക. അതിനുള്ള ഒരു ഭാഗ്യം കൂടിയാണിത്. ജപിക്കേണ്ട രീതിയിൽ ജപിച്ചു കഴിയുമ്പോൾ നമ്മളിലേക്ക് കിട്ടുന്ന അമ്മയുടെ ആ അനുഗ്രഹ കല അത്ര വളരെ വലുതാണ്. ലളിതാ സഹസ്രനാമത്തിൻ്റെ ശക്തി വാക്കുകൾ കൊണ്ടോ വരികൾ കൊണ്ടോ വിവരിക്കാൻ കഴിയുന്നില്ല. അത് അനുഭവിച്ച് തന്നെ മനസ്സിലാക്കേണ്ട ഒരു പരമമായ സത്യമാണ്. ഇനി ലളിതാ സഹസ്രനാമം ചൊല്ലുന്നത് കൊണ്ടുള്ള ഗുണങ്ങളെക്കുറിച്ച് പറയാം. സാമ്പത്തികമായ അഭിവൃദ്ധി. ദാരിദ്ര്യ ദുഃഖങ്ങൾ ഉള്ളവർക്കും കടബാധ്യതകൾ ഉള്ളവർക്കും ഉത്തമമായ ഒരു പരിഹാരമാണ് ലളിതാ സഹസ്രനാമ ജപം. ഇത് ജപിക്കുന്ന വീടുകളിൽ ലക്ഷ്മി കടാക്ഷം ഉറപ്പാണ്. രോഗമുക്തി. ശാരീരികവും മാനസികവുമായ അസുഖങ്ങൾ അകറ്റാൻ ഈ ജപം സഹായിക്കുന്നു. ഇതിലെ ഓരോ അക്ഷരവും ശരീരത്തിലെ നാഡീവ്യൂഹങ്ങളെ ഉത്തേജിപ്പിച്ച് മാറാരോഗങ്ങളെല്ലാം ശമിപ്പിക്കുകയും ദീർഘായുസ് നൽകുകയും ചെയ്യുന്നു. ശത്രുദോഷവും ഭയവും മാറ്റുന്നു. നമുക്ക് ചുറ്റുമുള്ള നെഗറ്റീവ് എനർജിയെ ഇല്ലാതാക്കുകയും ദൃഷ്ടിദോഷം, നാവുദോഷം അകറ്റുകയും പേടി, ടെൻഷൻ ഇവയെല്ലാം നമ്മളിൽ നിന്ന് മാറ്റുകയും ചെയ്യുന്നു. ഇനി ഐശ്വര്യവും സമാധാനവും.
കുടുംബത്തിൽ അനാവശ്യമായിട്ടുള്ള വഴക്ക്, സമാധാനക്കുറവ് ഇതെല്ലാം മാറ്റുന്നു. ഗ്രഹദോഷം, ജാതകത്തിലെ ഗ്രഹദോഷങ്ങളായ പ്രത്യേകിച്ച് രാഹു, ശനി, ഈ ദോഷം മാറ്റാൻ ഈ ജപം അത്യുത്തമമാണ്. ബുദ്ധിയും ഏകാഗ്രതയും. വിദ്യാർത്ഥികൾ ലളിതാ സഹസ്രനാമം ജപിച്ചാൽ ബുദ്ധിയും ഏകാഗ്രതയും വർദ്ധിച്ച് പൂർണ്ണ വിജയത്തിലെത്തിക്കുന്നു. ആഗ്രഹ പൂർത്തീകരണം. നമ്മുടെ ന്യായമായ ആഗ്രഹങ്ങൾ നടക്കാൻ ലളിതാ സഹസ്രനാമ അർച്ചന വളരെ നല്ലതാണ്. പാപമോചനം. അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ തെറ്റുകൾ പോലും ശുദ്ധീകരിക്കാൻ ഈ ജപം വളരെയധികം സഹായിക്കുന്നു. ഇനി ലളിതാ സഹസ്രനാമം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. കുളിച്ച് ശുദ്ധമായി നിലവിളക്ക് കത്തിച്ചു വെച്ചിരുന്ന് വേണം ഇത് ജപിക്കാൻ. നിലത്തിരുന്ന് ജപിക്കുന്നവർ ഒരു പായയിലോ പലകയിലോ ഇരിക്കുക. വെറും നിലത്തിരുന്ന് ജപിക്കരുത്. ലളിതാ സഹസ്രനാമം ജപിക്കാൻ തുടങ്ങിയാൽ അത് പൂർണ്ണമാകുന്നത് വരെ ഇരിക്കുന്നിടത്തുനിന്ന് എണീറ്റു പോകരുത്. എന്നും ജപിക്കാൻ ബുദ്ധിമുട്ടുള്ളവർ വെള്ളിയാഴ്ച, പൗർണമി, അഷ്ടമി, നവമി ദിവസങ്ങളിൽ ജപിച്ചാൽ അതിഗംഭീരമാണ്. ജപിക്കാൻ അറിയാത്തവർ ഇത് കേൾക്കുന്നതും അത്ര വലിയ പുണ്യമാണ്. നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അത്യുത്തമമായ ഒരു പരിഹാരമാണ് ലളിതാ സഹസ്രനാമ ജപം. അത് തൊടുമ്പോൾ സൂക്ഷിച്ചു തൊടുക, വൃത്തിയായി തൊടുക. എനിക്ക് വേണ്ടി, എൻ്റെ കുടുംബത്തിന് വേണ്ടി, എൻ്റെ ജീവിതത്തിന് വേണ്ടി എന്ന ആഗ്രഹത്തോടു കൂടി ജപിച്ചു തുടങ്ങുക. നിങ്ങളുടെ ജീവിതത്തിൽ നല്ല മാറ്റങ്ങൾ ഉണ്ടാകാൻ ഈ ജപം സഹായകമാകട്ടെ. ലളിതാംബികയുടെ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശ്രീ മഹാദേവിയേ നമഃ.